Yes, Sister Mini. Praise the Lord. ഇന്ന് നമുക്ക് ഇത്രയും സിസ്റ്റേഴ്സിന് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നോർത്ത് ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. I have a request, Sister Mini, because Malayalam is not my language, so please split your big sentences into small sentences. Thank you. मैं परमेश्वर का धन्यवाद देती हूँ इस अवसर के लिए जो परमेश्वर ने मुझे दिया है इस तरह से बहनों के साथ परमेश्वर का वचन बांटने के लिए. ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവവുമായിട്ടുള്ള ഒരു അനുദിന ബന്ധമാണ് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. हाँ, आज मैं आप लोगों से आपके साथ ये बांटना चाहती हूँ कि परमेश्वर के साथ हमारा जो व्यक्तिगत संबंध है वही हमारे आत्मिक जीवन की बढ़ोतरी का कारण है. ദൈവവുമായിട്ടുള്ള ഒരു ആശയവിനിമയത്തെ കുറിച്ചാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. परमेश्वर के साथ हमारा जो संबंध है आशय विनिमय ഒരു സംസാരം. हाँ, ओके. परमेश्वर के साथ जो हम बातचीत करते हैं, जो संवाद करते हैं, उसके बारे में आज मैं आप लोगों से बात करना चाहती हूँ. അതിനെ നമ്മൾ വേറൊരു പേരും കൊടുത്ത് വിളിക്കാറുണ്ട്, പ്രാർത്ഥന എന്ന് പറഞ്ഞു വിളിക്കാറുണ്ട്. നമ്മൾ എങ്ങനെയാണ് കർത്താവുമായിട്ട് ദൈവവുമായിട്ട് സംസാരിക്കുന്നത്? हाँ, इसको हम एक और नाम से जानते हैं जिसको हम प्रार्थना कहते हैं, जिसके द्वारा हम परमेश्वर से बातें करते हैं. ദൈവവചനത്തിൽ നിന്നുള്ള ചില ക്യാരക്ടേഴ്സ് എക്സാമ്പിൾ ആയിട്ട് എടുത്ത് അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. परमेश्वर के वचन में से कुछ एक आध चरित्र के बारे में हम सीखेंगे और उसके बारे में हम आज सीखेंगे और हम एक साथ इसे सीखेंगे. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുന്നതാണ് പ്രാർത്ഥന. परमेश्वर के सन्मुख अपने दिल को उंडेल देना, इसे प्रार्थना कहते हैं. അതിന് നമുക്ക് ബൈബിളിൽ നിന്ന് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് 1 ശമൂവേൽ 1-ാമത്തെ അധ്യായം വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. इसके एक उदाहरण स्वरूप मैं परमेश्वर के वचन में से एक भाग पढ़ना चाहती हूँ. ये है 1 शमूएल और उसका 1 अध्याय और उसके कुछ पद. ആ അധ്യായത്തിൽ പറയുന്ന ആ കാര്യം ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു സംഭവമാണ്. ये जो यहाँ पर जो कुछ कहा गया है वो ये संभव है कि ये आप में से सब लोगों के लिए ये चिर परिचित हिस्सा है. ഹന്ന എന്ന ഒരു സഹോദരിയുടെ കാര്യമാണ് അവിടെ പറയുന്നത്. यहाँ पर हन्ना नाम की एक बहन के बारे में कहा गया है. ഹന്ന അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. हाँ, यहाँ पर हन्ना की प्रार्थना के विषय में मैं आपसे बात करना चाहती हूँ. എൽക്കാന എന്ന ഒരു ആൾക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് പെനീന ആൻഡ് ഹന്ന. हाँ, एल्काना नाम का एक पुरुष था जिसकी 2 पत्नियां थी, हन्ना और पेनिन्ना. ഈ ഹന്നായ്ക്ക് ഒരു കുറവുണ്ടായിരുന്നു, അവൾക്ക് മക്കളില്ലായിരുന്നു. हन्ना में क्या कमी थी कि उसके पास बच्चे नहीं थे. ആ ഒരു വിഷമം അവൾക്കുണ്ടായിരിക്കെ തന്നെ ഈ വേറൊരു വൈഫ് ഉണ്ടായിരുന്നു, അവള് കീപ്പ് ഓൺ അവളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. वो पहले ही दुखी थी कि उसके पास बच्चे नहीं है, ऊपर से पेनिन्ना उसको हमेशा ताना मारती रहती थी. ആ വിഷമം അവൾക്ക് സഹിക്കാൻ വയ്യാതെ അവള് ദിവസവും കരയുകയും വിഷമിക്കുകയും ഫുഡ് കഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പോന്നു ആ ദിവസങ്ങളിൽ. हाँ, उसका दुख इतना बड़ा था कि वो कई बार खाना भोजन नहीं करती थी और रोती रहती थी और उन दिनों में वो बहुत दुखी थी इस बात को लेके. അവൾ അത്രയും മനോവ്യസനത്തിൽ ഇരുന്നപ്പോൾ അവളുടെ ഭർത്താവ് അവളെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ കരുതുന്നുണ്ടല്ലോ എന്നുള്ള ആശ്വാസ വചനങ്ങൾ അവളുടെ ഭർത്താവ് കൊടുക്കുന്നുണ്ട്. और हम देखते हैं कि जब हन्ना इतना दुखी थी उस समय उसका पति एल्काना आके उसको आश्वासन देता है और उसके मन को शांत करने का प्रयत्न करता है. പക്ഷെ ഈ ആശ്വാസം ഒന്നും അവൾക്കൊരു ആശ്വാസമായി തീരുന്നില്ല. അവളെ കൂടുതൽ അവളെ മനോവ്യസനത്തോടെ ആയിരിക്കുന്നു. അവളെ ഈ പെനീന വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവളെ വളരെ വേദനയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. वो मन में इतने दुख वो उठा रही थी कि उसके पति के जो शब्द थे उससे उसको कोई सांत्वना नहीं मिली और पेनिन्ना के जो शब्द थे
वो उसको बहुत चोट पहुंचा रहे थे। അപ്പോൾ ഹന്ന അടുത്തതായിട്ട് ചെയ്തത് എന്താണെന്നാണ് നമ്മൾ 1 ശമൂവേൽ 1:1 വായിക്കാമോ? हाँ, ऐसी स्थिति में हन्ना ने क्या किया ये हम सीखने जा रहे हैं। ഒന്നിന്റെ ഒന്ന്. ഓക്കെ, पहला സോറി, शमूएल ഒന്നിന്റെ 10 अल्ले। 11. हाँ, पहला शमूएल पहला अध्याय और उसका 10वां पद। वह मन में व्याकुल होकर यहोवा से प्रार्थना करने और बिलख बिलख कर रोने लगी। അവൾ വളരെ മനോവ്യസനത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. हाँ, यहाँ हम देखते हैं कि वो दिल में बहुत दर्द के साथ, वेदना के साथ परमेश्वर की उपस्थिति में आई है। അതിന്റെ 1:13 നമ്മൾ വായിക്കുന്നുണ്ട്. ഹന്ന ഹൃദയത്തിൽ നിന്നാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. ഇത്രയും വിഷമത്തില് അവളുടെ വായിൽ നിന്ന് വാക്കുകളൊന്നും വന്നില്ല. हाँ, हम यहाँ 13वें पद में देखते हैं, पहला अध्याय पहला शमूएल पहला अध्याय उसके 13वें पद में हम देखते हैं कि हन्ना इतनी अधिक दुखी थी कि वो परमेश्वर से मन ही मन बात कर रही थी, उसके मुंह से शब्द नहीं निकल रहे थे। അപ്പൊ അവിടെ ഒരു ഏലി പുരോഹിതൻ അത് കേട്ടിട്ട് പറയുന്നുണ്ട്, ഇവൾ എന്തോ വീഞ്ഞെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അതാണോ ഇവൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയുന്ന ഏലി പുരോഹിതനോട് അവള് 1 ശമൂവേൽ 1:15 നമുക്ക് വായിച്ചാൽ അതിനുള്ള മറുപടി കാണാം. हाँ, तब वहां पर जो एली याजक थे उन्होंने सोचा कि इसने शायद दाख मधु पिया है और इसको नशा चढ़ गया है, और ये बात हम 15वें पद में हम पढ़ते हैं। ആ 1:15 വായിക്കുന്നു. ആ വാക്യം ഒന്ന് വായിക്കാമോ? हाँ, पहला अध्याय उसका 15वां पद ऐसे कहता है, हन्ना ने कहा, नहीं हे मेरे प्रभु, मैं तो दुखिया हूँ, मैंने न तो दाख मधु पिया है और न मदिरा, मैंने अपने मन की बात खोल कर यहोवा से कही है। ആ വാക്യമാണ് എന്നെ വളരെയധികം ആകർഷിച്ച ഒരു വാക്യം. 1:15 പറയുന്നു, ഞാന് ഇങ്ങനെ വീഞ്ഞൊന്നും സേവിച്ചിട്ടില്ല, എന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക അത്ര ചെയ്തത്. हाँ, तो ये जो पद है इसने मेरे दिल को भी छुआ है, जहाँ हन्ना ये कहती है कि नहीं, मैंने कोई नशा नहीं किया है, मैंने दाख मधु नहीं किया है, बल्कि मैं अपने मन की बात परमेश्वर के सामने उंडेल रही हूँ। നമ്മൾ പ്രയാസഘട്ടത്തിലൂടെയൊക്കെയും കടന്നു പോകുമ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞ പോലെ, जैसा परमेश्वर का वचन कहता है कि जब हम बहुत दुख पूर्ण अवस्था से गुजरते हैं या परेशानियों से गुजरते हैं, तो जैसा परमेश्वर का वचन कहता है कि यहोवा पर आसरा रखना मनुष्य पर भरोसा रखने से अच्छा है। നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവരോടും പങ്കുവെക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല, പക്ഷെ അത് കേൾക്കുവാൻ തയ്യാറായ ഒരു കർത്താവ് നമുക്കുണ്ട്. हम अपने दिल की बातें खोलकर हर किसी से नहीं कह सकते, लेकिन वह सारी बातें सुनने के लिए तैयार हमारा प्रभु है। എനിക്ക് വിശ്വാസമുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചായിരിക്കും. അങ്ങനെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമക്കൾ ആയിത്തീർന്ന നമുക്ക് ദൈവം ഒരു അവകാശം തന്നിട്ടുണ്ട്. मुझे पूरा विश्वास है कि जो बहनें मुझे सुन रही हैं, आप में से सबने प्रभु यीशु मसीह को अपना उद्धारकर्ता स्वीकार किया है, और हम जिन्होंने प्रभु यीशु मसीह को अपना उद्धारकर्ता स्वीकार किया है, हमें प्रभु ने एक अधिकार दिया है। ആ അവകാശം എന്ന് പറഞ്ഞാൽ പുത്രത്വത്തിന്റെ ഒരു അവകാശമാണ്. और ये अधिकार है पुत्रत्व का अधिकार। എന്താണ് അത്? കർത്താവിന്റെ സന്നിധിയിലേക്ക്, അഥവാ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏത് സമയത്തും അപ്പ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് ചെല്ലുവാനുള്ള ഫ്രീഡം, അവകാശം. ये पुत्रत्व का अधिकार का अर्थ ये है कि हम किसी भी समय किसी भी स्थान पर हम उस परमेश्वर पिता के पास हे मेरे पिता कहकर हमारी पहुंच है। ഈ സമയത്ത് ഞാൻ ഒരു സെന്റൻസ് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം നിങ്ങളും അനുഭവിക്കാൻ വേണ്ടിയിട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ദൈവത്തിന്റെ മക്കൾക്ക് പൂർണ്ണമായിട്ടും ഏത് സമയത്തും കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്ന് അവന്റെ അടുക്കലേക്ക് നമ്മുടെ ഹൃദയം പകരുവാനായിട്ട് സാധിക്കും.
अगर हमारे बीच में कोई भी है जिसने प्रभु यीशु मसीह को अपना उद्धारकर्ता स्वीकार नहीं किया है, तो वह शुभ दिन जल्दी आए। और हम जो परमेश्वर की बेटियां हैं, हम इस अधिकार का आनंद उठाते हैं कि किसी भी समय हम उस पिता के सामने अपनी दिल की बात को लेकर हम पहुंच सकते हैं। ഇവിടെ നമ്മൾ ഹന്നായുടെ പ്രാർത്ഥന കേൾക്കുന്നു. മനോവ്യസനത്തോടെ ഹൃദയം നുറുങ്ങിയുള്ള, ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്ന, പൂർണ്ണമായിട്ടും ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ഹന്നായെ നമുക്ക് കാണുവാൻ സാധിക്കും. यहाँ पर हम हन्ना की प्रार्थना को देखते हैं कि पूरी तरह से टूटे हुए दिल के साथ, पूरी मन में पूरे दुख से भरे हुए एक मन के साथ, पूरे समर्पण के साथ वो परमेश्वर की उपस्थिति में जाती है अपनी बात लेकर. സങ്കീർത്തനം 34:18 നമുക്കൊന്ന് വായിക്കാം. भजन संहिता और उसका 34वां भजन और उसका 18वां पद ऐसे कहता है. वाई कहते हैं. വായിച്ചു. हाँ, 34वां अध्याय भजन और उसका 18वां पद ऐसे कहता है, यहोवा टूटे मन वालों के समीप रहता है और पिसे हुओं का उद्धार करता है. ഇവിടെ വായിക്കുന്നത്, ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. यहाँ यही लिखा है कि टूटे मन वालों के समीप यहोवा रहता है और पिसे हुओं का उद्धार करता है. നമ്മൾ ബൈബിളിൽ കാണുന്ന വേറൊരു എക്സാമ്പിൾ ആണ് ഒരു ചുങ്കക്കാരന്റെയും പരീക്ഷന്റെയും ഒരു സംഭവം. हाँ, एक और उदाहरण हम परमेश्वर के वचन में देखते हैं. एक चुंगी लेने वाले और एक फरीसी की प्रार्थना. എല്ലാവർക്കും അത് പരിചിതമാണ്, അതുകൊണ്ട് ഞാനത് വളരെ ഷോർട്ടായിട്ടൊന്ന് പറയാം. അവിടെ പരീക്ഷൻ തന്നെ തന്നെ ബൂസ്റ്റ് ചെയ്ത് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. ये मैं सोचती हूँ कि हम सब इस भाग से भी परिचित होंगे. मैं संक्षेप में बताती हूँ कि वहां पे हम देखते हैं जो फरीसी था, वो अपने आप की बड़ाई करता हुआ बहुत कुछ परमेश्वर से कह रहा था. ചുങ്കക്കാരനോ പ്രാർത്ഥിച്ച എങ്ങനെയാണ്, ദൈവമേ എനിക്ക് മുകളിലേക്ക് നോക്കുവാൻ പോലും വയ്യ, കാരണം അത്രയ്ക്ക് വലിയവനായ കർത്താവെ, ഈ പാപിയായ എന്നോട് കരുണ തോന്നണമെന്ന് വളരെ താഴ്മയോടെ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്നു. लेकिन उसी स्थान पर हम चुंगी लेने वाले व्यक्ति की प्रार्थना को देखते हैं कि वो बहुत ही टूटे मन के साथ और बहुत ही दीनता के साथ परमेश्वर की उपस्थिति में आके कहता है कि पिता, आप इतने महान परमेश्वर हैं, पवित्र परमेश्वर हैं कि मैं अपना मुंह उठाकर आपकी तरफ देख भी नहीं सकता. അപ്പൊ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഞാൻ യോഗ്യനല്ല, കർത്താവെ എന്നാലും എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. और उसने प्रार्थना की, प्रभु जी मैं आपकी उपस्थिति में आने की भी योग्य नहीं हूं, लेकिन आप मेरी प्रार्थना सुनिए. നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതിൽ ഏത് പ്രാർത്ഥനയാണ് ദൈവം സ്വീകരിച്ചത്. और हम जानते हैं कि उन दोनों की प्रार्थना में से कौन सी प्रार्थना परमेश्वर ने स्वीकार की होगी. ചുങ്കക്കാരന്റെ പ്രാർത്ഥനയാണ് ദൈവം സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ വായിക്കാൻ സാധിക്കുന്നത്. और ये प्रकट है कि चुंगी लेने वाले की प्रार्थना को परमेश्वर ने स्वीकार किया होगा. നമ്മൾ പല പ്രാർത്ഥനകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ കാര്യങ്ങൾ എല്ലാം ബൂസ്റ്റ് ചെയ്ത് നമ്മൾ പറയുകയും നമ്മുടെ തെറ്റുകളെ നമ്മൾ മറക്കുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥന. हम अपने जीवन में ये काम करते हैं कि अपने बारे में बहुत बड़ाई करते हैं, बातें करते हैं और अपनी गलतियों को छुपाते हुए हम ये करते हैं. അപ്പോൾ ആ ചുങ്കക്കാരനെ പോലെ ഹൃദയം നുറുങ്ങി, ഹന്നായെ പോലെ ഹൃദയം പകരുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകട്ടെ. इसलिए उस चुंगी लेने वाले की तरह एक नम्रता और दीनता के साथ और हन्ना की तरह अपने दिल को उंडेल देने वाली प्रार्थना हमारी भी हो. അപ്പൊ നമ്മൾക്കൊരു സംശയമുണ്ട്, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം കേട്ടുകൊണ്ടാണോ ഇരിക്കുന്നത്? हाँ, अगर हमारे मन में ये शक आ सकता है कि क्या हम ये जो सारी प्रार्थनाएं करते हैं तो क्या परमेश्वर उसको सुनते हैं? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന് ഇതെല്ലാം അറിയാമല്ലോ. या हम ऐसे सोच सकते हैं कि हम ये सब प्रार्थना में क्यों परमेश्वर को बताएं, परमेश्वर को तो पहले ही सब कुछ मालूम है. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചാ പോരെ. और हम ये भी सोच सकते हैं कि हाँ, अगर कोई जरूरत होगी तभी तो परमेश्वर से प्रार्थना करने की जरूरत है. അപ്പൊ നമ്മുടെ നിലവിളി അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതിനുള്ള ഒരു 2-3 വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. അത് പുറപ്പാട് 2:23. हाँ, मैं 2-3 पद के साथ ये बताना चाहती हूँ. पुറപ്പാട് 2:23.
Exodus एक्सोडस, ओके सॉरी, एक्सोडस 2:23. 223, ओके। निर्गमन की पुस्तक, उसका दूसरा अध्याय और उसका 23वां पद। बहुत दिनों के बीतने पर मिस्र का राजा मर गया। इसराइली कठिन सेवा के कारण लंबी लंबी सांसें लेकर आहें भरने लगे और पुकार उठे, और उनकी दोहाई जो कठिन सेवा के कारण हुई थी वह परमेश्वर तक पहुंची। ഈ പുറപ്പാട് പുസ്തകം 3:7 3:9 ഒന്ന് വായിച്ചാൽ നല്ലതായിരുന്നു. निर्गमन उसका तीसरा अध्याय और उसका 7 और 9 भी हम पढ़ लेंगे। निर्गमन 3 और उसका 7। फिर यहोवा ने कहा, मैंने अपनी प्रजा के लोग जो मिस्र में हैं उनके दुख को निश्चय देखा है, और उनकी जो चिल्लाहट परिश्रम कराने वालों के कारण होती है उसको भी मैंने सुना है, और उनकी पीड़ा पर मैंने चित्त लगाया है। पद 9 कहता है, इसलिए अब सुन, इसराइलियों की चिल्लाहट मुझे सुनाई पड़ी है, और मिस्रियों का उन पर अंधेर करना भी मुझे दिखाई पड़ा है। ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ മക്കളുടെ ഈ അടിമത്തത്തിന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ അവർ ഒത്തിരി ഫറവോന്റെ ആൾക്കാർ അവരെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടും. हाँ, यहाँ पर हम वो वाली बात पढ़ते हैं कि ये लोग कठिन परिश्रम के कारण जो फिरौन और उसके लोग इसराइलियों से करवाते थे, जिसके कारण कि वो बहुत दुखी थे। ആ കാരണത്താല് ഇവര് നിലവിളിക്കുകയാണ് ദൈവത്തിനോട്. हाँ, और ये कारण था जो वो परमेश्वर से चिल्ला चिल्ला कर अपनी व्यथा सुना रहे थे। ആ ബൈബിൾ വാചകങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ കാണുവാനായിട്ട് ഈ നിലവിളി ദൈവസന്നിധിയിൽ എത്തി. और यहाँ पे स्पष्ट लिखा हुआ है कि उनका चिल्लाना, उनकी आवाज परमेश्वर तक पहुंची। ഈ നിലവിളി, അവരുടെ നിലവിളി ദൈവം കേട്ടു. हाँ, उनकी प्रार्थना को, उनकी चिल्लाहट को परमेश्वर ने सुना। ദൈവം അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഓർത്തു. और परमेश्वर ने उनके पितरों से किया हुए वायदे को स्मरण किया। ഈ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തുമ്പോൾ ദൈവം അവരുടെ പിതാക്കന്മാർക്ക് ചെയ്ത നിയമം ഓർക്കുകയാണ്. हाँ, और जब इनकी प्रार्थना परमेश्वर ने सुनी, तब परमेश्वर ने इनके पितरों से जो वायदा किया था उसको स्मरण किया। ആ നിലവിളി കേട്ടിട്ട് ദൈവം അവരെ വിടുവിക്കുന്നു. और उस प्रार्थना को सुनकर परमेश्वर उनका छुटकारा करते हैं। ആ സംഭവങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ അത് മാത്രമല്ല, ഈ പല സംഭവങ്ങളും നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കാനായിട്ട് സാധിക്കും. നമ്മളൊരു ലെറ്റർ അയച്ചിട്ട് അവിടെ ചെല്ലുന്ന കാര്യം പറഞ്ഞ പോലെയാണ് ഈ പ്രാർത്ഥന, നമ്മുടെ നിലവിളി, ഹൃദയം നുറങ്ങിയുള്ള കരച്ചില് എല്ലാം യഹോവയുടെ സന്നിധിയിൽ ഇങ്ങനെ എത്തുകയാണ്. हाँ, और जब हम इसको ध्यान से पढ़ते हैं तो ये हमें समझ आता है, ये इस प्रकार है जैसे हमने किसी को पत्र लिखा है और वो वहां पहुंचता है। बिल्कुल वैसे ही जब हम प्रार्थना करते हैं तो हमारी प्रार्थनाएं परमेश्वर तक पहुंचती हैं। ഞാൻ സങ്കീർത്തനം 34:15 ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും. Psalm 34:15 വായിച്ചു പറഞ്ഞു. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. भजन 34 के 15वां पद ऐसे कहता है, यहोवा की आंखें धर्मियों पर लगी रहती हैं और उनके कान भी उनकी दोहाई की ओर लगे रहते हैं। അപ്പൊ നമുക്ക് എത്ര ഒരു മഹാഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. तो आप सोचें कि हमें कितना बड़ा सौभाग्य प्राप्त हुआ है। ദൈവമക്കളായ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏത് സമയത്തും കടന്നു വരാം. ദൈവം നമ്മൾ പറയുന്ന കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുകയാണ്. हाँ, और हम जो परमेश्वर की पुत्रियां हैं, हमारा ये सौभाग्य है कि हम किसी भी समय हम परमेश्वर के पास आके अपने मन को उंडेल सकते हैं, और परमेश्वर के कान हमारी दोहाई की ओर लगे हुए हैं। അങ്ങനെ ഹന്നായെ പോലെ ഒരു ഹൃദയം നുറങ്ങിയ ഒരു പ്രാർത്ഥന നമുക്ക് എല്ലാ ദിവസവും ഉണ്ടായിരിക്കുവാനായിട്ട് സാധിക്കട്ടെ. हाँ, और मेरा आग्रह है कि हन्ना की तरह एक टूटे मन के साथ
अपने मन को उंडेलते हुए परमेश्वर से प्रार्थना करना, ये हमारे दिन प्रतिदिन हमारे जीवन में हो। അടുത്തതായിട്ട് ഞാൻ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടിയുള്ള ഒരു പ്രാർത്ഥന പറയാൻ ആഗ്രഹിക്കുന്നു. अगला मैं आपको ये बताना चाहती हूँ कि दृढ़ विश्वास के साथ एक प्रार्थना करना, उसके विषय में मैं आपसे बात करना चाहती हूँ। അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ദാനിയേലിന്റെ പ്രാർത്ഥനയാണ് എടുക്കാൻ പോകുന്നത്. हाँ, इसके उदाहरण स्वरूप हम दानियल की प्रार्थना देखेंगे। എന്താണത്? ദാനിയേൽ 6:5 നമുക്കൊന്ന് വായിക്കാം. हाँ, दानियल की पुस्तक उसका 6वां अध्याय और उसका 5वां पद। दानियल उसका 6वां अध्याय और उसका 5वां पद ऐसे कहता है, तब वे लोग कहने लगे, हम उस दानियल के परमेश्वर की व्यवस्था को छोड़ और किसी विषय में उसके विरुद्ध कोई दोष न पा सकेंगे. Sorry, 10, verse 10. I read 5 verse ആണ്. 5. Okay. I read verse 5. Okay. ഓക്കെ. അവിടെ നമ്മൾ കാണുന്നത് ദാനിയേലിന്റെ സ്റ്റോറി നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ളതാണ്. അവിടെ രാജാവ് ഒരു കൽപ്പന പ്രവർത്തിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. हाँ, दानियल की ये जो घटना है इससे आप सब लोग परिचित हैं। यहाँ हम देखते हैं कि राजा जो है एक आज्ञा निकालता है। നമ്മളിപ്പം വായിച്ച പോലെ ദാനിയേലിനെ കൊടുക്കാനായിട്ട് അവർക്ക് ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ വേറൊരു മാർഗമില്ലായിരുന്നു. हाँ, और हमने जैसे अभी पढ़ा, वो लोग जानते थे कि परमेश्वर की व्यवस्था को छोड़ के और कोई बात नहीं थी जिसमें वो दानियल में दोष ढूंढ सके। അവിടെ സാഹചര്യങ്ങളെല്ലാം ദാനിയേലിനെതിരായിരുന്നു. वहां जो परिस्थितियां थी वो सब दानियल के विरुद्ध में थी. ഒരു രാജാവാണ്, ഒരു രാജ്യത്തിന്റെ രാജാവാണ് ഈ നിയമം പുറപ്പെടുവിച്ചിരിക്കുന്നത്. एक उस राज्य के राजा ने ये राजाज्ञा निकाली थी. അത് നമ്മൾ ഒബേ ചെയ്തില്ലെങ്കിൽ കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ കുഴിയിലിടും. हाँ, और इस राजाज्ञा का जो पालन नहीं करेगा उसकी सजा ये थी कि उसको सिंहों की मांद में डाल दिया जाएगा. നമുക്കറിയാം, ജീവനുള്ള ഒരു സിംഹത്തിന്റെ കുഴിയിലോട്ട് നമ്മളെ ഇട്ടാൽ നമ്മളുടെ അവസ്ഥ മരണം ഉറപ്പാണ്. हाँ, और हम जानते हैं कि जिंदा शेर की मांद में यदि हमें डाल दिया जाए तो हम नहीं बचेंगे. അപ്പം ഭയപ്പെടാനുള്ള കാര്യങ്ങൾ, വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ദാനിയേലിന് ഉണ്ടായിരുന്നത്. हाँ, तो हम यहाँ देखते हैं कि बहुत डर लगने वाला कारण, ऐसा कारण था जिससे कि बहुत डर लगे. ഈ സാഹചര്യങ്ങളെല്ലാം എതിരായിരുന്നപ്പോഴും 100% താൻ ആരിൽ ആശ്രയിക്കുന്നു എന്ന ബോധ്യം ദാനിയേലിനുണ്ടായിരുന്നു. हाँ, सारी परिस्थितियों के विपरीत होने के बावजूद दानियल इस बात को जानता था कि उसका भरोसा किसके ऊपर है. അതാണ് ദാനിയേൽ എന്ത് ചെയ്തു എന്ന് നമുക്ക് ദാനിയേൽ 6:10 വായിക്കാം. हाँ, और फिर दानियल ने क्या किया, इसको हम दानियल और उसका 6वां अध्याय उसके 10वें पद में हम पढ़ते हैं. मैं पढ़ देती हूँ. जब दानियल को मालूम हुआ कि उस पत्र पर हस्ताक्षर किया गया है, तब वह अपने घर में गया, जिसकी उपरौठी कोठरी की खिड़कियां यरूशलेम की ओर खुली रहती थीं, और अपनी रीति के अनुसार जैसा वह दिन में 3 बार अपने परमेश्वर के सामने घुटने टेक कर प्रार्थना और धन्यवाद करता था, वैसा ही तब भी करता रहा. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നു. परमेश्वर की उपस्थिति में प्रार्थना और धन्यवाद के साथ. എങ്ങനെ അത് സാധിക്കും ആ സാഹചര്യത്തിൽ? ऐसी परिस्थिति में ये कैसे संभव हो सका? രാജാവിന്റെ കൽപ്പന സിംഹത്തിന്റെ കുഴിയിലിടും, മരണം സംഭവിക്കുമോ അറിയില്ല. राजा की आज्ञा, शेरों की मांद, मौत निश्चित, कुछ नहीं पता. അവിടെയാണ് നമുക്ക് ദാനിയേലിന്റെ ആ വിശ്വാസം, ആ 100% വിശ്വാസം കാണാൻ സാധിക്കുന്നത്. हाँ, ऐसी परिस्थिति में हम दानियल के 100% परमेश्वर पर विश्वास को देखते हैं. ദാനിയേലിന് അറിയാമായിരുന്നു ഞാൻ ആരിൽ ആശ്രയിക്കുന്നു. दानियल इस बात को जानता था कि मेरा भरोसा किस पर है. ജീവനുള്ള ദൈവം, जीवते परमेश्वर, ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം, इस संसार की सृष्टि करने वाला परमेश्वर, അവനാൽ അസാധ്യമായിട്ടൊന്നുമില്ല. जिसके लिए कोई भी बात असंभव नहीं है. നമുക്ക് സാധ്യമല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും സാധ്യമാക്കി തരുവാൻ കഴിവുള്ള കർത്താവ്. जो चीजें हमें असंभव लगती हैं उसको संभव कर देने वाले
संभव कर देने की ताकत रखने वाला हमारा परमेश्वर ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യവും അതുപോലെയാണ്. आज हम जिन परिस्थितियों से गुजर रहे हैं वो भी ऐसी ही हैं. കൊറോണയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം ലോകം മുഴുവൻ നമ്മൾ ഓരോരുത്തരും വളരെ ഭയഭീതിയിലാണ്. हाँ, और ये जो कोरोना की वजह से पूरी दुनिया में एक प्रकार का भय छाया हुआ है. നമ്മുടെ നമുക്കറിയാവുന്നവര്, നമ്മുടെ റിലേറ്റീവ്സ് അസുഖമാകുന്നു, അവർ മരണപ്പെടുന്നു. ഈ സാഹചര്യങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. हमारे प्रियजन, हमारे जान पहचान के लोग बीमार हो रहे हैं. कई लोगों की मृत्यु भी हो चुकी है. ऐसे एक कठिन समय में के बीच में, कठिन परिस्थितियों के बीच में आज हम भी जीवन बिता रहे हैं. എന്നാൽ ഈ സാഹചര്യത്തിലെല്ലാം ദാനിയേലിനെ പോലെ 100% നമ്മളെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. और इन कठिन परिस्थितियों के बीच में भी दानिएल की तरह इन सब से हमें छुड़ा सकने वाले परमेश्वर पर भरोसा करते हुए हम आगे बढ़े. इसके लिए परमेश्वर हमारी सहायता करें. എന്ത് സംഭവിച്ചാലും, ഈവൻ മരണം സംഭവിച്ചാൽ പോലും ഞാൻ പൂർണ്ണമായിട്ടും സർവശക്തന്റെ നമ്മൾ പ്രാർത്ഥിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. कुछ भी मेरे जीवन में कुछ भी हो, चाहे मौत भी आए, तो भी मैं उस सर्वशक्तिमान परमेश्वर पर भरोसा रखते हुए आगे बढ़ूंगी. നമ്മൾ ഏത് സാഹചര്യത്തിലായാലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ ഓർത്ത് ദൈവത്തിനോട് നന്ദി പറയുവാനും, हम किसी भी अवस्था में क्यों ना हो, हमारी परिस्थितियां कैसी भी क्यों ना हो, लेकिन हर बात में परमेश्वर ने हमारे जीवन में जो आशीषें दी हैं उसको स्मरण करते हुए, परमेश्वर का धन्यवाद करते हुए സർവശക്തനായ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ, ഏത് സാഹചര്യം എന്നുള്ളത് പ്രശ്നമല്ല, അവനിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ, അവന്റെ ശക്തി നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. हाँ, परिस्थितियां कैसी भी हो, लेकिन उसके बावजूद पूरी रीति से, पूर्ण मन से परमेश्वर के ऊपर भरोसा रखते हुए आगे बढ़ने के लिए परमेश्वर हमारी सहायता करें. മൂന്നാമതായിട്ട് നമുക്ക് നോക്കുവാനുള്ളത്, നമുക്ക് കോൺവെർസേഷണൽ പ്രയർ, അതായത് സംസാരിക്കുന്ന പോലുള്ള ഒരു പ്രാർത്ഥന. हाँ, और तीसरी बात हम देखेंगे एक बातचीत के रूप में एक परमेश्वर के साथ प्रार्थना. അത് നെഹമ്യാവിന്റെ പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. और इसका उदाहरण हम नहेमिया की किताब में देखते हैं. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ ആ ചാപ്റ്റേഴ്സിലെ വാക്യങ്ങൾ എടുത്ത് വായിക്കുന്നില്ല. നിങ്ങൾക്ക് ആ നെഹമ്യാവിന്റെ പുസ്തകം വായിച്ചാൽ ഇത് ഞാൻ പറയുന്നത് കിട്ടും. समय कम है इसलिए पूरा अध्याय नहीं पढ़ रही हूँ. आप लोगों से विनती है कि आप लोग इस अध्याय को पढ़ें. मैं कुछ पद पढ़कर इस बात को समझाना चाहती हूँ. അവിടെ ഇസ്രായേൽ മക്കളെ പേർഷ്യൻ രാജ്യം അടിമകളാക്കി കൊണ്ടുവന്നിരുന്നപ്പോൾ ഈ രാജസന്നിധിയിൽ ഒരു ജോലി ചെയ്ത ഒരാളാണ് നെഹമ്യാവ് എന്ന് പറയുന്നത്. അയാൾക്ക് അവിടെ ഒരു പാനപാത്രവാഹകൻ എന്ന ജോലിയായിരുന്നു. हाँ, तो फारस के राजा जो बंधुओं को ले गए थे इजरायलियों को, उनमें से एक था नहेमिया, जो कि അവൻ അവിടെ എന്തോ ചെയ്തു, ഒരു പാനപാത്രവാഹകനായിരുന്നു. वो वहां पर राजा का कटोरा राजा को दिया करता था. राजा का पियाऊ था वो. ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവന്റെ മുഖത്തെ വിഷമം കണ്ടിട്ട് രാജാവ് അങ്ങോട്ട് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ മുഖത്ത് വിഷമം? एक दिन उसका मुंह उदास देखकर राजा ने खुद उससे पूछा कि क्या बात है नहेमिया, तेरा मुंह क्यों उतरा हुआ है? ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുകയാണ്. രാജാവിന്റെ പാനപാത്രവാഹകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്താണ്, രാജാവിന്റെ അടുത്ത ജോലിയാണ്. പക്ഷെ അവനോട് രാജാവ് ചോദിച്ച ചോദ്യത്തിന് മറുപടി, हाँ, राजा का पियाऊ होना मतलब राजा के बहुत करीब होना. ये बहुत ही एक उत्तरदायित्व से भरा हुआ एक उसका काम था, उसका कार्य था, राजा का पिलाने वाला. और उसका मुंह उदास देखकर राजा ने उससे पूछा. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്. അവൻ ആ ഉത്തരം പറയുന്നതിന് തൊട്ട് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. हाँ, तो जब राजा ने उससे प्रश्न किया तो यहाँ पर हम बहुत सुंदर सी एक बात देखते हैं कि राजा को उत्तर देने से पहले उसने एक छोटी सी प्रार्थना परमेश्वर से की. അവിടെ അവൻ മുട്ടുകുത്തിയല്ല, അവൻ കണ്ണടച്ചല്ല,
അവൻ രാജാവിനോട് മറുപടി പറയുന്നതിനും തൊട്ടു മുമ്പ്, ദൈവമേ ഞാൻ പറയുന്ന ഈ വാക്കുകൾ രാജാവിന്റെ ദേഷ്യമൊന്നും വരാതെ വണ്ണം കാക്കത്തക്കണം, അങ്ങനെ ഒരു വാക്കുകളായിരിക്കണമേ. കൺട്രോള് ദൈവത്തിന് കൊടുക്കുന്നു. हाँ, यहाँ पर उसके पास घुटने टेकने या आंखें बंद करके प्रार्थना करने के लिए समय नहीं था, लेकिन उसने तुरंत मन ही मन में प्रार्थना किया कि उसकी बात राजा को समझ आए या राजा उससे क्रोधित ना हो और उसकी बात राजा तक पहुंचे। इसलिए उसने तुरंत परमेश्वर से प्रार्थना करने के बाद अपनी बात राजा को बताई। എന്താണ് രാജാവ് ചോദിച്ചത്, എന്താണ് നെഹമ്യാവ് മറുപടി പറഞ്ഞതെന്ന് പറയാനായിട്ട്, നെഹമ്യാവിന്റെ യെരുശലേമിന്റെ മതില് അവിടെ ചുട്ടും നശിപ്പിച്ച് നടക്കുന്നു എന്ന വാർത്ത നെഹമ്യാവ് അറിഞ്ഞ ഉടനെ, ആ വാർത്ത അറിഞ്ഞ ഉടനെ നെഹമ്യാവ് കരയുന്നതായിട്ടും അവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടും, ദിവസങ്ങളോളം ഉപവസിച്ച് കരഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ആദ്യം നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. यहाँ हम देखते हैं कि जब हम इसके पहले के जो भाग है उसको पढ़ते हैं तो हम समझ सकते हैं ये पूरी घटना कि यरूशलेम की शहरपनाह जला दी गई थी और उसको सब तहस नहस कर दिया था। और जब ये खबर नहम्याह तक पहुंची तो नहम्याह ये सुनकर रोने लगा। അത് പണിയുവാനായിട്ട് പോകാനുള്ള പെർമിഷൻ ചോദിക്കാനാണ് നെഹമ്യാവ് ഇരിക്കുന്നത്. അതായിരുന്നു അവന്റെ വിഷമമായിട്ടുള്ള, അവന്റെ മുഖത്തെ വിഷമം. हाँ, और यही उसके मन का दुख था, क्योंकि वो राजा से वहां यरूशलेम जाकर शहरपनाह को बनवाने के लिए या बनाने के लिए उसके मन में जो इच्छा थी वो राजा से कहना चाहता था। എങ്ങനെയാണ് രാജാവിനോട് ചോദിക്കുന്നതിന് തൊട്ടു മുമ്പ് നെഹമ്യാവിന്, ദൈവമേ ഒന്ന് ഹെൽപ്പ് ചെയ്യണമേ, ഞാൻ രാജാവിനോട് സംസാരിക്കാൻ പോവുക, എൻ്റെ വായോട് കൂടെ ഇരിക്കണമേ, അവന്റെ മറുപടി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ചിലപ്പം ദേഷ്യം വരാം, ചിലപ്പം ജയിലിലോട്ട് വിടാം, എന്താണെന്ന് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു കോൺവെർസേഷണൽ പ്രെയർ ദൈവവുമായിട്ട് നടത്താനായിട്ട് അവന് സാധിച്ചത് അവന്റെ ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. जब राजा ने ये प्रश्न पूछा तो उत्तर देने से पहले नहम्याह ने एक प्रार्थना जल्दी से परमेश्वर के साथ बातचीत की प्रार्थना में, क्योंकि वो नहीं जानता था कि वो जब जवाब देगा उससे राजा को समझ आएगा या नहीं, या क्रोध आएगा या उसको सजा मिलेगी, कुछ नहीं जानता था। इसलिए उसकी प्रार्थना ये थी कि परमेश्वर उसकी सहायता करे जब वो राजा से बातचीत करता है तब। എങ്ങനെയാണ് നമുക്കും അങ്ങനെ ഒരു പ്രാർത്ഥന സാധ്യമായി തീരുന്നത്? ऐसी एक प्रार्थना हमारे जीवन में कैसे संभव हो सकता है? നമ്മൾ കർത്താവുമായിട്ട് അനുദിനം ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളവരായിരിക്കണം. हम परमेश्वर के साथ दिन प्रतिदिन बातचीत करने वाले होंगे। ദൈവം പറഞ്ഞിട്ടുണ്ട്, ദൈവമക്കളായ നമ്മൾക്ക് ഏത് സമയത്തും കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. परमेश्वर का वचन हमें सिखाता है कि हम किसी भी समय परमेश्वर की उपस्थिति में जा सकते हैं। അങ്ങനെ കർത്താവുമായിട്ട് ഏത് സമയത്തും കടന്നു ചെന്ന് നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും കർത്താവിനോട് പറയാം. और इस तरह हम कभी भी परमेश्वर की उपस्थिति में जाकर अपने दिन प्रतिदिन के जीवन की हर एक बात को हम अपने परमेश्वर से कह सकते हैं। നമ്മളെ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം നമ്മൾ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നവരാണ്. और जहाँ तक बहनों का सवाल है, मैं जानती हूँ कि हम बहनें प्रार्थना में समय बिताती हैं। അത് ചിലപ്പോൾ രാവിലെ പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും, ഇങ്ങനെ ഒരു റുട്ടീൻ പ്രെയർ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാറുണ്ട്. और अक्सर ये हमारे लिए एक रूटीन सा बन जाता है कि सुबह प्रार्थना की, शाम को प्रार्थना की, एक नियमित क्रम बन जाता है। മുമ്പേ നമ്മൾ ചോദിച്ച പോലെ ദൈവത്തിന് ഈ കാര്യങ്ങളെല്ലാം അറിയത്തില്ലേ, പിന്നെയും പറയേണ്ട കാര്യമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. क्योंकि हमारे मन में हमेशा ये प्रश्न रहता है कि परमेश्वर तो सब कुछ जानते हैं, फिर दोबारा से बताने की क्या जरूरत है? അപ്പോൾ ദൈവം ഈ പ്രാർത്ഥന കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുന്നു എന്ന് നമുക്കിത് ബൈബിളിലൂടെ വായിക്കുവാനായിട്ട് സാധിക്കും. हाँ, लेकिन हमने पढ़ा था कि परमेश्वर हमारी प्रार्थनाओं को सुनने के लिए परमेश्वर के कान हमेशा खुले रहते हैं। നമ്മൾക്ക് ഇങ്ങനെ അനുദിന ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ ജീവിതം, ദൈവവുമായിട്ടൊരു കണക്ഷൻ എപ്പോഴും ഉണ്ടായിരുന്നാൽ, और इस तरह दिन प्रतिदिन परमेश्वर के साथ इस तरह प्रार्थना में बातचीत करने का एक संबंध परमेश्वर के साथ यदि हमारा बनता है तो, ദൈവവുമായിട്ടുള്ള ഈ ആഴത്തിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടെങ്കിൽ, और परमेश्वर के साथ एक गहरा संबंध उस प्रार्थना के द्वारा यदि हमारा है तो, ഒരു ഈ നെഹമ്യാവിനെ പോലെ നമുക്കൊരു കോൺവെർസേഷണൽ പ്രെയർ സാധിക്കും. हाँ,
तब ये संभव है कि जिस प्रकार नहेमिया ने परमेश्वर से बातचीत के रूप में प्रार्थना की थी, वो हमारे जीवन में भी संभव हो सकता है। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സിസ്റ്റേഴ്സ് എല്ലാവരും इसलिए जो बहनें मुझे सुन रही हैं, കർത്താവിനെ സ്വന്തം രക്ഷിതാവായിരിക്കുന്ന നമുക്ക് ഏത് സമയവും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. प्रभु यीशु मसीह जो हमारे उद्धार करता है, हम उनकी उपस्थिति में कभी भी जा सकते हैं। ഒന്നിനാലും ആകുലപ്പെടേണ്ട കാര്യമില്ലെന്ന് ദൈവം ബൈബിളിൽ പറയുന്നു. परमेश्वर का वचन कहता है कि किसी भी बात से आपको परेशान होने की जरूरत नहीं है। ആ വാഗ്ദത്തം നമ്മൾക്ക് തന്നിരിക്കുമ്പോൾ തന്നെ जब ये वायदा हमें दिया गया है, എപ്പോഴും നമ്മുടെ ലൈഫ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകണമെന്നില്ല. हाँ, तो कोई जरूरी नहीं है कि हमारा जीवन हमेशा बहुत आराम से कट रहा हो। ഈ ദാനിയേല് പ്രാർത്ഥനാ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. दानियल के बारे में हम जानते हैं कि उसका प्रार्थना का जीवन था, അപ്പോഴാണ് ഈ സാഹചര്യം കടന്നു വരുന്നത്. और उस समय ये कठिन परिस्थिति उसके सामने आई। അതുപോലെ തന്നെ നമ്മുടെ ജീവിത യാത്രയിലും ഇങ്ങനത്തെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോൾ उसी प्रकार जब हमारी जीवन यात्रा में जब कठिनाइयां और परेशानियां आ जाती हैं, നമ്മൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. हमें डरने की कोई जरूरत नहीं है। ദാനിയേലിനെ പോലെ 100% വിശ്വാസമുള്ളവരായി दानियल की तरह 100% विश्वास के साथ നമ്മൾ ആശ്രയിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം, സർവശക്തനായ ദൈവം, എല്ലാത്തിനെയും സാധ്യമാക്കി തരുന്ന ദൈവം. हमारा परमेश्वर जो सर्वशक्तिमान परमेश्वर है, कुछ भी कर सकने वाला परमेश्वर है, उसके ऊपर हम आश्रित हो सकते हैं। ആ ബൈബിളിൽ ഒരു വാക്യം പറയുന്നുണ്ട്, 1 Peter 5:7. पहला पत्रस और उसका 5वां अध्याय और उसका 7वां पद। पहला पत्रस 5वां अध्याय और उसका 7वां पद वाइकेट है। വായിച്ചു. अपनी सारी चिंता उसी पर डाल दो, क्योंकि उसको तुम्हारा ध्यान है। അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവേൻ. अपनी सारी चिंता यहोवा पर डाल दो, उसको तुम्हारा ध्यान है। അത് ദൈവം നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. ये परमेश्वर ने हमसे कही हुई बात है। എങ്ങനെയാണ് ദൈവം ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്? और हम ये कैसे जानते हैं कि परमेश्वर ने ये हमसे कहा है? നമ്മൾ ദിനം പ്രതിയുള്ള വചനം, ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ്. जब हम दिन प्रतिदिन परमेश्वर का वचन पढ़ते हैं और उस पर मनन करते हैं, तो हम ये बातें जान सकते हैं। അതിലെ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്, നമുക്ക് എന്ത് ആകുല ചിന്തകളും ഉണ്ടെങ്കിൽ അത് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇട്ടുകൊള്ളു. हाँ, और उसी में से एक हमने यही पढ़ा था कि हमारे मन में कोई भी चिंता हो, उसको परमेश्वर के सामने उंडेल दो। നമ്മൾക്ക് അതുകൊണ്ട് ഒരു കാര്യത്തിലും നമുക്ക് വിഷമം വിചാരിക്കേണ്ട. നമുക്ക് നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാം, നമ്മളുടെ മക്കളുടെ കാര്യം ഓർത്ത് പ്രാർത്ഥിക്കാം, ആരോഗ്യ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ഏത് കാര്യവും ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. जब हमारे पास ये अधिकार है तो हमें चिंता करने की जरूरत नहीं है। हम किसी भी बात को प्रभु के सामने ला सकते हैं। हम अपने बच्चों के लिए प्रार्थना करें, अगली पीढ़ी के लिए प्रार्थना करें, अपने स्वास्थ्य के लिए प्रार्थना करें, कोई भी विषय हो, परमेश्वर के सामने अपने मन को उंडेल दें। ഈ ദാനിയേലിനെ പോലെ 100% വിശ്വാസമുള്ള, दानियल की तरह 100% विश्वास के साथ, നെഹമ്യാവ് പ്രാർത്ഥിച്ച പോലെ ഒരു കോൺവെർസേഷണൽ പ്രെയർ, नहेमिया की तरह बातचीत वाली प्रार्थना, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് മുമ്പ് ഒരു ദിവസം ആ ദൈവത്തോട്, കർത്താവേ ഞാൻ ഇതാണ് സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ദൈവമേ നിന്റെ മകൾ എന്ന നിലയിൽ എനിക്ക് അതിനൊരു കൃപ തരണേ. हम किसी भी बात को करने के लिए जब अपने कदम बढ़ाते हैं तो ऐसी प्रार्थना कि प्रभु जी आज मेरा ये कार्य है और मैं कुछ भी करूं उसके लिए आप मेरी सहायता कीजिए, ये प्रार्थना हम कर सकते हैं। നമ്മുടെ കുറവുകളെ നമ്മളോട് ക്ഷമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറയാനായിട്ട്, हमारी कमियों को हमें माफ करके दीजिए प्रभु जी, हमारी गलतियों को हमें माफ करके दीजिए, ऐसा कहते हुए ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന നന്മകൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ऐसे करते हुए प्रार्थना करें और परमेश्वर ने जो भलाइयां हमारे जीवन में दी हैं, जो आशीष हैं, उसके लिए परमेश्वर की स्तुति करें। ഹന്നായെ പോലെ
ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്ന സിസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് ആയിരിക്കാം. हाँ, आइए हम भी हन्ना की तरह है अपने दिल को परमेश्वर की उपस्थिति में उंडेल देने वाली बहनें बने. അങ്ങനെ കർത്തസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകർന്ന് നമ്മുടെ പ്രശ്നങ്ങളെ കർത്താവിനെ ഭരമേൽപ്പിച്ച് നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ സാധിക്കുന്ന ആ മഹാ അത്ഭുതം കണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. हाँ, और इस तरह जब हम अपने दिल की सारी बातों को परमेश्वर के सामने उंडेल देते हैं, अपनी सारी बातें परमेश्वर को बताते हैं और परमेश्वर पर पूरे मन से विश्वास करते हुए जब अपनी जीवन यात्रा में आगे बढ़ते हैं, तो उससे जो आशीषें हमें आती है उसके द्वारा हम परमेश्वर की स्तुति करें. അതിനായിട്ട് നമ്മളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വചനം. हाँ, और मैं चाहती हूँ कि इन बातों के द्वारा इन बातों में परमेश्वर हमारी सहायता करे. धन्यवाद. बहुत बहुत धन्यवाद. थैंक यू सो मच सिस्टर शेरिन. Really it is so much encouraging and it is so much applicable in our daily life because you took prayer. So in that you have mentioned prayer of Hannah and prayer of Nehemiah and prayer of Daniel also. So 3 different kinds of prayer only, but 3 different kinds and different people and different purposes. Hannah's prayer is only for the son she asked God, and the Daniel prayer and Nehemiah prayer is different. When Nehemiah prayed, he wanted to build the walls. He wanted to make the church or assembly, the people up. Okay, and the Daniel, he prayed for him and for the people. So different prayers. Sometimes we sit in the presence of the Lord, and sometimes we ask always for us. Lord, you bless our children, bless me, bless my husband. But we always forget to pray for others. So as Hannah, we have to pray for ourselves, for our family. Also, like Nehemiah, we have to pray for others, and we have the prayer of leading the nation. So thank you so much for your valuable topic. That was very, very nice. And every day we try to do that. But sometimes so much please. So प्रार्थना तो हम ये मैं बोल रही थी, प्रार्थना तो हम करते हैं, बट हमेशा ज्यादा आज सिस्टर ने 3 डिफरेंट प्रकार का प्रेयर का बारे में बोली. वो दानियल का प्रार्थना और नेहमाया का प्रार्थना और हन्ना का प्रार्थना तो है, मगर 3 अलग अलग प्रकार का प्रार्थना है. हन्ना प्रार्थना किया अपना संतान के लिए, एंड नेहमाया प्रार्थना किया दूसरा लोगों के लिए, दानियल भी प्रार्थना किया. ऐसा है. सो हमारा प्रार्थना हमेशा हमारे लिए नहीं रहते हुए दूसरे लोगों के लिए अगर रहेंगे तो प्रभु हमको जरूर आशीषित करेंगे. बाइबल में लिखा हुआ है, अगर हम दूसरों के लिए प्रार्थना करेंगे तो आशीष किसको मिलेगा? आशीष हमको मिलेगा. हम दूसरों के लिए प्रार्थना करेंगे. सो इसी रीति से हम प्रार्थना में लगे रहे. समटाइम्स हमको ऐसा लगता है हम बहुत बिजी है, टाइम नहीं है. स्पेशली हम बहनों के पास टाइम नहीं रहता है प्रार्थना करने के लिए, और हम ऐसा सोचते हैं हम दुनिया का सबसे बिजी लोग हम ही हैं. घर पे काम है, घर पे जब कभी किसी से बात करेंगे तो ये काम है, वो काम है, ये काम है, खाना बनाना, बच्चों को देखना, ये करना, वो करना, वो सब तो है. वो मैं नहीं करके नहीं बोल रही हूँ, सबको है. मगर उसके बावजूद क्या हम थोड़ा टाइम निकाल करके सुबह शाम या थोड़ा टाइम अगर दोपहर में टाइम निकाल करके प्रभु का सन्मुख हम आ रहे क्या? ये हम आज अपने आप को जांचे और परखे. आज से थोड़ा बहुत एक्स्ट्रा टाइम किसके लिए? अपने लिए नहीं है, दूसरों के लिए प्रार्थना करने के लिए हम थोड़ा सा टाइम निकालें और प्रार्थना करें. Especially I thank Sister Sheryl. For you it is very late night, I know that, but in spite of all this, you could spend your time with us and share the God's word, precious God's word. Thank you so much.
And I thank sister Dora also, Dora दीदी, बहुत बहुत धन्यवाद दीदी आपको, आपका भी प्रेशियस टाइम निकाल करके ट्रांसलेट करने में हमारा मदद किया, बहुत बहुत धन्यवाद। एंड बहुत सुंदर रीति से आपने हर वर्ड एक्सप्लेन किया, जिसको नहीं मालूम सब लोग हम सुन करके बहुत अच्छे से समझा। थैंक यू सो मच। और आज हमारा बीच में मैं फाइनल प्रेयर के लिए, क्लोजिंग प्रेयर के लिए बुलाना चाहती हूँ सिस्टर सुजाता मार्टिन। सुजाता मार्टिन है? सुजाता मार्टिन सिस्टर, हम मेरा वॉइस सुन रहे हो आप? या सिस्टर कन्नड़ में बात करते हैं। नो प्रॉब्लम, नो प्रॉब्लम। आप प्रार्थना करके इस मीटिंग को समाप्त कीजिए। ಪವಿತ್ರ ಪವಿತ್ರ ಪರಮೇಶ್ವರ, ಧನ್ಯವಾದ ಪ್ರಭುಜಿ, ಬೆಳಿಗ್ಗೆ ನಿನ್ನ ಸನ್ನಿಧಾನದಲ್ಲಿ ನಾವು ಬಂದು ನಿನ್ನ ಪ್ರಾರ್ಥನೆಗೆ ಒಟ್ಟು ಎಲ್ಲ ಸಹೋದರಿಯರನ್ನು ಸೇರಿಸಿದೆ ಪ್ರಭು. ಅದಕ್ಕಾಗಿ ಕೊಟ್ಟಂತ ಈ ಸಮಯಕ್ಕಾಗಿ ಧನ್ಯವಾದ ಪ್ರಭು. ನಿನ್ನ ಸನ್ನಿಧಾನದಲ್ಲಿ ನಿನ್ನ ವಚನದಲ್ಲಿ ನಮಗೆ ಕೂತ್ಕೊಳ್ಳಿಕ್ಕೆ ನೀ ಸಮಯ ಕೊಟ್ಟಿದ್ದಿ ಪ್ರಭು. ನಿನ್ನ ಸ್ತುತಿ ನಿನ್ನ ಗೌರವ ಆಗಲಿ ಪ್ರಭುಜಿ, ನಿನ್ನ ಮಹಿಮೆ ಆಗಲಿ ಪ್ರಭುಜಿ. ಈಗ ಸಿಸ್ಟರ್ ನವರು ಹೇಳಿದ ವಚನವು ಪ್ರಭು ಎಷ್ಟೋ ಒಳ್ಳೇದಿತ್ತು ಪ್ರಭು. ಅದು ಕೇಳಿ ಅದ್ರಾಗೆ ನಡ್ಲಿಕ್ಕೆ ನಾವು ಪ್ರಭು ದಿನನಿತ್ಯವು ನಮ್ಮ ಸಂಸಾರದಲ್ಲಿ ನಾವು ಎಲ್ಲ ಕೆಲಸದಲ್ಲಿ ಮುಳುಗಿ ಹೋಗ್ತೇವೆ. ಆದ್ರೆ ಸಹ ನಾವು ನಿನ್ನ ಸನ್ನಿಧಾನದಲ್ಲಿ ಬಂದು ಪ್ರಾರ್ಥನೆ ಬೆಳಿಗ್ಗೆ ಸಾಯಂಕಾಲ ನಿನ್ನ ಸನ್ನಿಧಾನದಲ್ಲಿ ಕುಳ್ಳಿಕ್ಕೆ ನಮ್ಗೆ ಸಮಯ ಕೊಡೋದಕ್ಕಾಗಿ ನಿನ್ನನ್ನು ಬೇಡ್ತೇವೆ ಪ್ರಭುಜಿ. ನಿನ್ನ ಸ್ತುತಿ ಗೌರವ ಆಗಲಿ ಪ್ರಭುಜಿ. ಈ ಕೊಟ್ಟಂತ ಭಾಗ್ಯಕ್ಕೆ ಧನ್ಯವಾದ ಪ್ರಭು. ಅದರಲ್ಲಿ ಪ್ರಭು ನಿನ್ನ ವಚನವನ್ನು ಕೇಳಿದ್ದೇವೆ ಪ್ರಭು. ಅದು ನೆಹೆಮಿಯ ಮತ್ತು ಹನ್ನದು ಪ್ರಾರ್ಥನೆ ಮತ್ತು ಇದರದು ಪ್ರಭು ಅದು ಎಲ್ಲ ನಿನ್ನ ಸ್ತುತಿ ನಿನ್ನ ಗೌರವ. ಅದು ವಚನ ಆಗಿ ನಡೀಲಿಕ್ಕೆ ನಮ್ಮ ಎಲ್ಲ ಸಹೋದರಿಯರನ್ನು ಆಶೀರ್ವದಿಸು ಪ್ರಭು. ಈ ಸಮಯಕ್ಕಾಗಿ ಪ್ರಭು ಆ ಸಿಸ್ಟರನ್ನು ಹೇಳಿದ ವಚನ ಮತ್ತು ಎಲ್ಲ ನಾವು ಸ್ತ್ರೀಯರು ನಿನ್ನ ವಚನದಲ್ಲಿ ಸಹಭಾಗಿತಾಗಿ ನಡಲಿಕ್ಕೆ ಸಹಾಯ ಮಾಡಿ ಕೊಟ್ಟಂತ ಎಲ್ಲ ಇದಕ್ಕೆ ಧನ್ಯವಾದ ಪ್ರಭು. ನಿನ್ನ ಸ್ತುತಿ ನಿನ್ನ ಗೌರವ ಆಗಲಿ ಪ್ರಭು. ಈ ಪ್ರಾರ್ಥನೆ ನಮ್ಮ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ಬಿಡ್ತೀನಿ ತಂದೆ. ಆಮೀನ್ आमीन। थैंक यू। जुड़े हुए सब बहनों को मैं तहे दिल से धन्यवाद देती हूँ। और बहुत एक एक जगह में बहुत बहनें बैठे हैं, मैं देख सकती हूँ स्क्रीन में। बहुत बहुत धन्यवाद। मैं ये विश्वास करती हूँ इस वचन हम सभी का आत्मिक उन्नति के लिए सहायता करे। और इसी रीति से मैं रिक्वेस्ट करती हूँ, आई रिक्वेस्ट सिस्टर शेरिन, इफ whenever you have time, please take your time and try to encourage us and try to encourage us with the word of God with different topics. I thanks Dora दीदी also। जब कभी आपको टाइम मिले आप भी ले सकते हैं। हम लोग प्लान करेंगे कुछ अलग अलग मीटिंग, एटलीस्ट वीकली वंस और मंथली 3 times या 2 times ऐसा कुछ करने के लिए। Sister Sharon, please let me know if you have, whenever you have time, please spare for us and you bring the God's word in our midst, because this is dry land, you know very well. We need the word of God. We need spiritual edification. So thank you so much for thy word. Today you spoke very well. The topic prayer, and बहुत धन्यवाद सभी बहनों के लिए तहे दिल से। और एक बार सभी जोड़े हैं और अच्छी रीति से सुने हैं, बहुत इंटरेस्ट के साथ सुन रहे थे, मैं नोटिस किया। बहुत बहुत धन्यवाद। यहीं पे अपना सभा को हम समाप्त करेंगे। थैंक यू सो मच। धन्यवाद। जय मसीह की दीदी, सबको बहुत अच्छा वचन दिया सिस्टर ने, बहुत अच्छा। आप तो दीदी हमको गाना गाने के लिए क्यों नहीं बोला? हम तो तैयार थे गाना गाने के लिए। टाइम नहीं था ना अभी। दीदी को, शेरिन दीदी को क्या है, बहुत लेट हो गया। हम तो दिन है, उनका रात है, उनको 12 बज गया होगा, तो इसीलिए तो मैं ढोलक वगैरह लेके बैठी थी। अगले वर्ष तुम लोग आएंगे, इसीलिए उनका लेट हो रहा है ना। हमारा तो दिन है, उनका सोने का टाइम है, 11-12 बज गया उनका।
1 बज गया है शायद, इसीलिए। Bye bye everyone. Sister Children, thank you. Nice good work. Sister. Thank you. जय मसीह की डोरा आंटी। जय मसीह की। सिस्टर जय मसीह की। जय मसीह की सभी को। सभी को जय मसीह की। जय